ഹലോ എവരിവൺ. നമ്മുടെ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായ അല്ലെങ്കിൽ ഫലപ്രദമായ പവർഫുൾ ആയിട്ടുള്ള ടൈം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മ മുഹൂർത്തമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യത്തിലും അതോടൊപ്പം തന്നെ യോഗാശാസ്ത്രത്തിലും ആയുർവേദ വിധി പ്രകാരത്തിലും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ദിവസത്തിലെ സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്രഹ്മ മുഹൂർത്തത്തിന്റെ പ്രാധാന്യം? എങ്ങനെ ഈ സമയം നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം? എന്തൊക്കെ കാര്യങ്ങൾക്ക് ഈ ഒരു ടൈം നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്താൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. എന്താണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്? ടൈം ഓഫ് ബ്രഹ്മ എന്നുള്ളതാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ക്രിയേറ്ററിന്റെ ഒരു സമയമായിട്ടാണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുമ്പുള്ള ഒരു സമയത്തെയാണ് ഈ ബ്രഹ്മ മുഹൂർത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ നാട്ടില് സൂര്യോദയത്തിന്റെ ഒരു സമയം വെച്ച് 4 മണി മുതൽ 5:30 വരെയുള്ള സമയം, രാവിലെ വെളുപ്പിന് 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്തെയാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ഇതിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാം, കാരണം സൂര്യോദയം പലയിടത്തും പല സമയമാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ എവിടെയാണെങ്കിലും അവിടെ സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പുള്ള സമയത്തെയാണ് നമ്മൾ ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്. ഈ ഒരു സമയം, അതായത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് കോസ്മിക് എനർജി ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം. ഇനി അതല്ല, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് പറ്റിയ സമയം, മന്ത്രോച്ചാരണത്തിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനൊക്കെ പറ്റിയ സമയമായിട്ടാണ് ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തെ കരുതുന്നത്. നമ്മുടെ യൂണിവേഴ്സുമായിട്ട് നമുക്ക് കൂടുതൽ ഒരു അടുപ്പം സൃഷ്ടിക്കാൻ, നമ്മുടെ സ്പിരിച്വൽ അവയർനെസ് കൂട്ടാനൊക്കെ സഹായിക്കുന്ന സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ യോഗികളായാലും ഋഷിവര്യന്മാരൊക്കെ ആയാലും യൂസ് ചെയ്യുന്ന മെഡിറ്റേഷനൊക്കെ ആണെങ്കിലും ധ്യാനത്തിനും കൂടുതലായിട്ട് നമ്മുടെ യൂണിവേഴ്സും നമ്മുടെ ലൈഫിന്റെ മീനിങ്ങും ഒക്കെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അസാധാരണമായിട്ടുള്ള ഒരു പവറുള്ള ടൈമായിട്ടാണ് ബ്രഹ്മ മുഹൂർത്തത്തെ കണക്കാക്കപ്പെടുന്നത്. ബ്രെയിൻ കെമിസ്ട്രി. അതുപോലെ തന്നെ ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിലാണ് നമ്മളുടെ ബ്രെയിനിൽ നിന്നുള്ള ബ്രെയിൻ വേവ്സ് ആയിട്ടുള്ള ആൽഫ വേവ്സും തീറ്റ വേവ്സും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ അത് നമ്മുടെ മെമ്മറി കൂട്ടാനും ക്രിയേറ്റിവിറ്റി കൂട്ടുവാനും അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എയറിലുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലങ്സിന്റെയും അതോടൊപ്പം തന്നെ ബ്രെയിനിന്റെ ഹെൽത്തിനും അത് ഒരുപാട് ഉപകരിക്കും. സെൽഫ് കൺട്രോൾ ആൻഡ് ഇന്നർ ഫോർട്ടിറ്റ്യൂഡ്. കൃത്യമായിട്ട് ഈ ഒരു സമയക്രമത്തിൽ എഴുന്നേറ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുടെ ലൈഫിൽ ഒരുപാട് പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. അതോടൊപ്പം തന്നെ നമുക്കൊരു ഡയറക്ഷൻ, ലൈഫിൽ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ എങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ധൈര്യമൊക്കെ തോന്നുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതിന് ഈ ഒരു ബ്രഹ്മ മുഹൂർത്തം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. എൻഹാൻസ് സ്കിൽസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനും കഴിവുകൾ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു പീസ്ഫുൾ ടൈം എന്ന് പറയുന്നത്. ഫലപ്രദമായിട്ട് നമ്മൾ ഈ സമയം വിനിയോഗിക്കുകയാണ് എങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരാനായിട്ട് നമുക്കൊരു അതോടൊപ്പം തന്നെ ഒരു ഇൻസൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. കാരണം ഇതൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമുക്ക് ഈസിലി അസസ് ചെയ്യാൻ, അതുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയുമായിട്ടും നമ്മുടെ യൂണിവേഴ്സും ഒക്കെ ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ഇതിനെയൊക്കെ ഹാർമണൈസ് ചെയ്ത് ഏകീകരിച്ച് നമ്മളുടെ ഈ പ്രപഞ്ചവുമായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കാൻ, വെല്ലുവിളികളെ ഫേസ് ചെയ്യാൻ, ജീവിതത്തെ പുതിയ ഒരു ആംഗിളിലൂടെ കാണാനൊക്കെ ഈ ഒരു സമയം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. എന്നാൽ ഈ ബ്രഹ്മ മുഹൂർത്തം യൂസ് ചെയ്യുന്നതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട
ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും പറ്റിയ ഒരു സമയമായിട്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തെ പൊതുവിൽ കണക്കാക്കപ്പെടുന്നില്ല. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന്, കുഞ്ഞു കുട്ടികൾക്ക്, ഒരുപാട് പ്രായമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികള്, ഒരുപാട് വൈകി ഉറങ്ങുന്ന ആളുകള്, മാനസികവും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നേരിടുന്നവരാണ് എങ്കിൽ ഈ ബ്രഹ്മമുഹൂർത്തത്തില് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനോ അല്ല ഉണരാനോ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ നമുക്ക് പഠനത്തിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലെ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ട് വേണം ഈ ബ്രഹ്മമുഹൂർത്തത്തെ നമ്മൾ കണക്കാക്കാനും അതിനുവേണ്ടി വിനിയോഗിക്കാനും. എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം നമ്മൾ വിനിയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൈമാണ്. ആ ഒരു സമയം നമ്മൾ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ്സും ടെൻഷനും ഉളവാക്കുന്ന തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കാൻ മാറ്റിവെച്ചാൽ നമ്മളുടെ ആ ഒരു ദിവസത്തെ മുഴുവൻ അത് സാരമായി ബാധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം ആ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർക്ക് അവരുടെ ജീവിതത്തിൽ ചിട്ടയായിട്ടുള്ള ഒരു ക്രമം ഈ ഒരു എഴുന്നേൽക്കുന്നതിലൊക്കെ നമ്മൾ പാലിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്നവര് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത പുരോഗതിക്ക് ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.